ഈ ഫ്രൈലിറ്റി ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു ആളുടെ വ്യക്തിത്വത്തിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ട ശാരീരിക ബലഹീനത എന്ന് പറയുന്നത് എത്രത്തോളം ആവശ്യകരമാണ്? തീർച്ചയായിട്ടും അത് ഈ വയോധികരുടെ ചികിത്സാ രീതി ഹൃദ്രോഗത്തിൽ നിന്ന് മാത്രമല്ല മറ്റേതെങ്കിലും ക്യാൻസർ ചികിത്സ മറ്റ് പല ചികിത്സയിലും അതിലെ ഏറ്റവും വലിയൊരു ഘടകം ഒരാളുടെ ഫ്രെയിൽറ്റി ഇൻഡെക്സ് എന്ന് വെച്ചാൽ അയാളുടെ സർക്കോപ്പെനിയ, മെമ്മറി ലോസ്, അതായത് ബലഹീനതയുടെ ലെവൽ അനുസരിച്ച് നാം ചികിത്സിക്കണം. ഉദാഹരണത്തിന് ഒരു 80 വയസ്സുള്ള ഒരാൾക്ക് നമുക്കൊരു ഹാർട്ട് അറ്റാക്ക് വന്നു, നമുക്കൊരു ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ പോവുകയാണ്. ആ വയോധികനോട് നമ്മൾ പറഞ്ഞു, പക്ഷേ ആൻജിയോപ്ലാസ്റ്റി ചെയ്തുകൊണ്ടായില്ല, അവിടെ സ്റ്റെൻഡ് ഇടും. ആ സ്റ്റെൻഡ് ഇട്ട് കഴിഞ്ഞാൽ സ്റ്റെൻഡ് അടയാതിരിക്കാനുള്ള മരുന്നുകൾ കൃത്യമായി സേവിക്കണം. അത് 80 വയസ്സുകാരന് സാമ്പത്തികമായും മാനസികമായും അത് ചെയ്യുവാനുള്ള ത്രാണിയുണ്ടോ എന്ന് നാം കരുതണം, നമ്മൾ ഓർക്കണം. ഇല്ലാതെ ചെയ്തു വിട്ടുകൊണ്ട് അത് പരാജയത്തിലേക്കാണ് പോകുന്നത്. എൻ്റെ സുഹൃത്തായ ഡോക്ടർ വി ഭാഷി, ചെന്നൈയിലെ ഏറ്റവും പ്രഖ്യാതനായ നമ്മുടെ മലയാളിയായ വി ഭാഷി, ഏറ്റവും ഇന്ത്യയിലെ പ്രഖ്യാതനായ ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധൻ. അദ്ദേഹം വാൽവുകൾ സെലക്ട് ചെയ്യുമ്പോൾ ഹൃദയ വാൽവുകൾ അദ്ദേഹം എടുക്കുമ്പോൾ ഏതാണ് നമ്മൾ മെറ്റാലിക് വാൽവുണ്ട്, ടിഷ്യൂ വാൽവുണ്ട്. മെറ്റാലിക് വാൽവ് ലൈഫ് ലോങ് ആണ്, മരണം വരെ നിൽക്കും. പക്ഷെ അതിന് ഔഷധം കഴിക്കണം. ആ ഔഷധത്തിനൊരു ഒരു 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 പാർശ്വഫലമുണ്ട്, അത് ബ്ലീഡ് ചെയ്യാം. നമ്മൾ വാർഫ് എന്ന് പറയുന്ന അത് മരുന്ന്, ആ വാൽവ് രക്തക്കട്ട ഉണ്ടാകാതെ മുന്നോട്ട് പോകാൻ വേണ്ടി കൊടുക്കുന്ന വാൽവ് കൃത്യ കാലയളവിൽ 1.5 മാസത്തിൽ INR എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ചെയ്ത് ഒരു പരിധിക്കുള്ളിൽ നിർത്തി മുന്നോട്ട് കൊണ്ടുപോയി ഇല്ല എങ്കിൽ തലച്ചോറിൽ ബ്ലീഡിങ് വരാം, ആമാശയത്തിൽ ബ്ലീഡിങ് വരാം, പ്രശ്നങ്ങളുണ്ട്. പുള്ളിയുടെ അനുഭവത്തിൽ പറഞ്ഞത് 90% ആൾക്കാരും ഈ നിബന്ധനകൾ എടുക്കാതെ മുന്നോട്ട് പോകുന്നുണ്ട്. പുള്ളി മിക്കവാറും എല്ലാവർക്കും ഒരു 60-65 വയസ്സ് കഴിഞ്ഞാൽ ടിഷ്യൂ വാൽവ്, ബയോളജിക്കൽ വാൽവ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഈ മരുന്നിൻ്റെ ആവശ്യമില്ല എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ശാസ്ത്രമായ പുസ്തകത്തിൽ പഠിപ്പിച്ചിട്ടുള്ളതിൽ നിന്ന് നമ്മുടെ പരിചയം നമ്മെ മാറ്റിക്കൊണ്ട് പോവുകയാണെന്ന് ഓർക്കണം. അതുതന്നെ. അപ്പം അങ്ങനെ ഉള്ള ആ ചികിത്സകളാണ് നമ്മൾ രോഗിക്ക് കൂടുതൽ ഉചിതമായിട്ടുള്ള ചികിത്സകൾ നാം കാലോചിതമായി എടുത്തുകൊണ്ട് രോഗിയെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ്.